ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രവാസി ഇന്ത്യൻ സമൂഹം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തെയാകെ അഭിമാനഭരിതമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഭുവനേശ്വരിൽ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകൾ ദുബായിൽ നടന്നു. അഫ്ഗാൻ ജനതയുടെ അടിയന്തര വികസന ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ സന്നദ്ധത വ്യക്തമാക്കി ഇന്ത്യ. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങളൊരുക്കി ദേവസ്വം ബോർഡ്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ ഉണ്ടായ വൻ കാട്ടുതീയിൽ 5 മരണം. നിരവധി കെട്ടിടങ്ങൾ കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. പ്രവാസി ഇന്ത്യൻ സമൂഹം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തെയാകെ അഭിമാനഭരിതമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഭുവനേശ്വരിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നൈപുണ്യശേഷിയുള്ള യുവജനങ്ങളാണ് ഇന്ത്യയുടെ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസി ഇന്ത്യൻ സമൂഹത്തിന് മാതൃരാജ്യവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയാണ് പ്രവാസി ഭാരതീയ സമ്മേളനം. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസി സമൂഹത്തെ സഹായിക്കേണ്ടത് രാജ്യത്തിന്റെ കർത്തവ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ അതിവേഗം വളർച്ച കൈവരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. साथियों, आप जानते हैं आने वाले कई दशकों तक भारत दुनिया का सबसे यंग और स्किल्ड पॉपुलेशन वाला देश बना रहेगा. ये भारत ही है जहां से दुनिया की एक बड़ी स्किल डिमांड पूरी होगी. आपने देखा होगा दुनिया के अनेक देश अब भारत के स्किल्ड यूथ का दोनों हाथों से स्वागत कर रहे हैं. വികസിത ഭാരതത്തിനായി പ്രവാസി സമൂഹത്തിന്റെ സംഭാവന എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. സുഗത സൂക്ഷ്മവനം പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളം വടുതല ചിന്മയ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കവയത്രി സുഗതകുമാരിക്കുള്ള ആദരമാണ് സുഗത സൂക്ഷ്മവനം പരിപാടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ഒരു തൈ നടാം പരിപാടി പ്രധാനമന്ത്രി ആവിഷ്കരിച്ച വിവിധ ഹരിത പദ്ധതികൾക്ക് കരുത്തേകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഉഴിഞ്ഞുവച്ച ജീവിതമായിരുന്നു കവയത്രി സുഗതകുമാരിയുടേതെന്നും ശ്രീ എൽ മുരുകൻ പറഞ്ഞു. They are tributing to the honor to the Amma Sugata Kumari. This Oruthai Nadam, this initiative supports to vision of our Honorable Modi Ji's increasing green covered promoting community driven environmental initiatives. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സഹമന്ത്രി ഇന്ന് ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടിയിലും പങ്കെടുക്കും. വള്ളിക്കാവ് അമൃതാനന്ദമയി ആശ്രമം അദ്ദേഹം സന്ദർശിക്കും. നാളെ കൊട്ടാരക്കര ആവണീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൌലവി അമീർ ഖാൻ മുതാഖിയും ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധവും പ്രാദേശിക സംഭവ വികാസങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. അഫ്ഗാൻ ജനതയുടെ അടിയന്തര വികസന ആവശ്യങ്ങളോട് പ്രതികരിക്കുവാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത ശ്രീ വിക്രം മിശ്രി അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക പിന്തുണയിൽ അഫ്ഗാൻ മന്ത്രി നന്ദി അറിയിച്ചു. ചരിത്രപരമായ ബന്ധമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നതെന്നും ഇരുവരും വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മേഘാലയ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. മേഘാലയയിലെ ഉമിയാമിൽ ICAR ഗവേഷണ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ISROയുടെ സ്പെഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായ ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റിവച്ചു.
ബഹിരാകാശ പേടകങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന നിർണായക ഘട്ടമാണ് ഇത്. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡോക്കിംഗ് മാറ്റിവച്ചത്. ജയിലുകളിലും ദുർഗുണ പരിഹാര സ്ഥാപനങ്ങളിലും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി 100 ദിവസത്തെ അതിതീവ്ര ക്യാമ്പയിൻ നടത്തണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗനിർണയ ക്യാമ്പുകൾ, ബോധവൽക്കരണം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ജയിലുകളിലെ ഉദ്യോഗസ്ഥർക്ക് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അറിവ് പകരുന്നതിനും സംവിധാനം ഒരുക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇന്നു മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000 ആയും തത്സമയ ബുക്കിംഗ് 5,000 നിജപ്പെടുത്തും. ഈ മാസം 13-ന് 50,000 മകരവിളക്ക് ദിനമായ 14-ന് 40,000 15-ന് 60,000 ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലയ്ക്കലേക്ക് മാറ്റും. സുരക്ഷിതവും സുഗമവുമായ ദർശനം എല്ലാവർക്കും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥൻ, അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും നേതാക്കൾ ആശംസിച്ചു. തിരുപ്പതിയിൽ വൈകുണ്ഠ ഏകാദശി ദർശനത്തിന്റെ ടോക്കൺ വിതരണ കേന്ദ്രത്തിൽ ഇന്നലെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 6 പേർ മരിച്ചത്. പരിക്കേറ്റ 40ഓളം പേർ ചികിത്സയിലാണ്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരം പ്രദർശിപ്പിക്കുന്നതിനുള്ള സവിശേഷമായ അവസരമാണ് മഹാകുംഭമേളയെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ ഭാഗമായുള്ള കലാഗ്രാം കേന്ദ്രത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുംഭമേള പോലുള്ള സാംസ്കാരിക ആഘോഷങ്ങൾ വലിയ ഊർജ്ജം പകരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒഡീഷ 7-ാം സ്ഥാനത്തും ചെന്നൈയിൻ 10-ാം സ്ഥാനത്തുമാണ്. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രിസ്റ്റോ സഖ്യത്തിന് പരാജയം. ചൈനയുടെ ഷിങ് ചെങ് ചീഷാങ് സഖ്യത്തോടാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെട്ടത്. സ്കോർ 13-21, 20-22. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലുണ്ടായ വൻ കാട്ടുതീയിൽ 5 മരണം, ആയിരക്കണക്കിന് കെട്ടിടങ്ങളും കത്തിനശിച്ചു. പ്രദേശത്ത് നിന്ന് 70,000-ഓളം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കാട്ടുതീയിൽ നിരവധി പേർക്ക് പൊള്ളലേറ്റതായാണ് വിവരം. ശക്തമായ കാറ്റ് തീ അണയ്ക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ കടുത്ത ചൂടും മഴയില്ലായ്മയുമാണ് കാട്ടുതീയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ 2 ദിവസം കൂടി ശൈത്യതരംഗം നിലനിൽക്കും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മേഖലയിൽ താപനില ഇനിയും താഴാൻ സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ വരെ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 424 പോയിന്റ് താഴ്ന്ന് 77,730-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 132 പോയിന്റ് നഷ്ടത്തിൽ 23,556-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 58,080 രൂപയും ഗ്രാമിന് 35 രൂപ ഉയർന്ന് 7,260 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാസി ഇന്ത്യൻ സമൂഹം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തെയാകെ അഭിമാനഭരിതമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഭുവനേശ്വരിൽ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചകൾ ദുബായിൽ നടന്നു. അഫ്ഗാൻ ജനതയുടെ അടിയന്തര വികസന ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ സന്നദ്ധത വ്യക്തമാക്കി ഇന്ത്യ. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം ബോർഡ്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലുണ്ടായ വൻ കാട്ടുതീയിൽ 5 മരണം, നിരവധി കെട്ടിടങ്ങൾ കത്തിനശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.